ഇതുവരെയുള്ളൊരു സിനിമാ ജീവിതം എടുക്കുമ്പോൾ സംതൃപ്തനാണോ? സിനിമയുടെ ഒരു പ്രോഗ്രസ്, അതായത് ഇപ്പം മുമ്പോട്ടുള്ള ഒരു പ്രയാണം നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയല്ല, ഒരു ഇന്ത്യൻ സിനിമ മൊത്തത്തിൽ നമ്മൾ എടുത്ത് താരതമ്യപ്പെടുത്തുന്നത് ഒരു വിഷയം ഏതാണ്ട് അത്ര തന്നെ പഴക്കമുള്ള വേറെ സിനിമകളുമായിട്ടാവണം. ഉദാഹരണമായിട്ട് ഫ്രഞ്ച് സിനിമകളോ അതല്ലെങ്കിൽ ഇറ്റാലിയൻ സിനിമകളോ ആ കാലഘട്ടത്തൊക്കെ നമ്മൾ ഈക്വൽ ലെവലിൽ നിന്നിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇറ്റാലിയൻ നിയോ റിയലിസം ഒക്കെ ഉള്ള സമയത്ത് തന്നെ ഒരു പക്ഷേ ഹിന്ദി സിനിമകളിലൊക്കെ ബിമൽ റോയ് ഇങ്ങനെയുള്ളവരൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പടങ്ങൾ കൊണ്ടുവരാനും സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു അറ്റംപ്റ്റ് ഇന്ന് നടക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിച്ചാൽ വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ലോകത്തുള്ള മറ്റുള്ള സിനിമകളിൽ നമ്മളോളം പഴക്കമില്ലാത്ത സിനിമകളുണ്ട്. ഇറാനിയൻ, ഇന്തോനേഷ്യൻ, മലേഷ്യൻ, തായ്ലൻഡ് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സിനിമകൾ പുറത്തേക്ക് വരുമ്പം അവർ മുന്നിലേക്ക് പോയ ഒരവസ്ഥ. ഉദാഹരണമായിട്ട് ലാറ്റിൻ അമേരിക്കൻ ഫിലിംസ്, ചൈനീസ് ഫിലിംസ്, ഇതെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പം നമ്മൾ എത്ര കണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ആലോചിക്കുകയാണെങ്കിൽ സങ്കടപ്പെടേണ്ട മൊമെൻറ്റുകളാണ്, അല്ലാതെ ഇതിനകത്ത് സന്തോഷിക്കേണ്ട ഒരു സന്ദർഭവുമില്ല. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളാണോ അതോ അത് പറഞ്ഞു കൊടുക്കാൻ വിധിക്കപ്പെട്ട വ്യക്തികളുടെ പ്രശ്നമാണോ, അതല്ലെങ്കിൽ സിനിമ ഇത്രയേ ഉള്ളൂ എന്ന് ധരിക്കാൻ ഒരു പക്ഷേ ഒരു മാർക്കറ്റിൻ്റെ തന്ത്രമാണോ? ഇത് രണ്ടും ഇത് മൂന്നും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലായിടത്തും ഒരു പരാജയമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സിനിമ എന്നുള്ള ഒരു വിധികർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ എനിക്കൊരു വിശാലമായ സിനിമ തീർക്കാനുള്ളൊരു സൗകര്യം ലഭിച്ചില്ല എന്നൊരു പരിഭവം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പം എൻ്റെ ഫിലിമിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ തന്നെ ആലോചിച്ചപ്പോൾ പിറവി NFDC ആണ് ചെയ്തത്. രണ്ടാമത്തെ പടം പിറവിയിൽ നിന്ന് കിട്ടിയ കുറച്ച് ധനം ഉപയോഗിച്ച് ഞാൻ സ്വയം ചെയ്തു. പിന്നെ മൂന്നാമത്തേത് ഒരു ഫ്രഞ്ചുകാരൻ വന്ന് ചെയ്തു. അതിന് സഹായമായിട്ട് വന്നത് ഓഫ്കോഴ്സ് മോഹൻലാൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ കലയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന കൊണ്ട് അദ്ദേഹം എത്തി. നാലാമത്തെ ഒരു ഹിന്ദി പടം എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് അതായത് പുറത്തുനിന്ന് ചെയ്തു. അഞ്ചാമത്തെ പടം റിലയൻസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് മലയാളി പ്രൊഡ്യൂസേഴ്സ് ആരാ? അപ്പം മലയാളി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സിനിമകൾ എനിക്ക് ആരൊക്കെ ബാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം എൻ്റെ സിനിമ മോശമാണെന്ന് പറയാൻ ഒരുപാട് മലയാളികളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? ഒരു പക്ഷേ ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു പക്ഷേ എൻ്റെ സിനിമ ശരിയല്ല എന്ന് പിറവി മുതൽ ആദ്യത്തെ പടം മുതൽ ഇന്ന് അവസാനം കുട്ടിസ് റാങ്കിൽ എത്തി നിൽക്കുമ്പോഴും ശരിയല്ല എന്ന് പറഞ്ഞത് ഒരു പക്ഷേ അത് പറയേണ്ടവരായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അപ്പം ആസ് എ ഫിലിം മേക്കർ എനിക്ക് കിട്ടിയ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒരു പക്ഷേ ഒരു മേക്കർ എന്നുള്ളത് കിട്ടിയ എനിക്കുള്ള ധൈര്യം എവിടെ നിന്നൊക്കെയാണ്? അതല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു ബാക്കിങ് എവിടെ നിന്നൊക്കെയാണ്? അപ്പോൾ ഇതൊന്നും കിട്ടാതെയാണ് ഞാൻ പടം എടുക്കുന്നത്, ഇല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം സിനിമയെ പറ്റിയിട്ടുള്ള വിജ്ഞാനത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ലോക സിനിമയുടെ മുമ്പിൽ വളരെ പിന്നാക്കം പോകുന്നത് ഒരു കാരണം പറയണ്ടല്ലോ. അപ്പോൾ ഈ എടുക്കുന്ന വ്യക്തികളുടെ തീരുമാനങ്ങളുടെ പലപ്പോഴും ഉണ്ടാവുന്ന ചേഷ്ടകളാണ് പല വ്യക്തികൾ, എൻ്റെ പോലെ തന്നെ വേറെയും പല വ്യക്തികൾ ഈ സിനിമ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ.
വ്യക്തിപരമായി തകർക്കാനുള്ളൊരു ശ്രമം ഷാജീൻ കരുൺ എന്ന ചലച്ചിത്ര പ്രവർത്തകന് നേരെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇത് പ്രധാനമായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ടത് ഇപ്പം ഒരു സാധാരണ പ്രേക്ഷകനും അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറും തമ്മിൽ ഒരു മീഡിയേറ്ററോ അല്ലെങ്കിൽ ഒരു ഫിലോസഫറെന്നോ ഒക്കെ പറഞ്ഞ് നിൽക്കേണ്ടി വരുന്നത് ക്രിട്ടിക്സാണ്. അപ്പം ഇന്ന് അത് ഒരു കാലത്ത് അവരുടെ വാക്കുകൾ ജനങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയുള്ള ക്രിട്ടിക്സ് ഉണ്ട് ലോകത്തെല്ലായിടത്തും. ഒരു സിനിമയെ പറ്റിയിട്ട് നമുക്ക് ധാരാളം ഫിലോസഫിക്കലായിട്ട് പറയുകയും അവരുടെ ഗുഡാഡ് ഒരു ഫിലിം ക്രിട്ടിക്കായിരുന്നു. അപ്പം നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവർ സിനിമയെ നേർവഴിക്ക് തിരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ക്രിട്ടിക്കിൻ്റെ പേരിൽ ആ ഒരു സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, സാധാരണക്കാരനും നമ്മുടെ ഫിലിം മേക്കറുമായിട്ടുള്ള. അവരിന്നൊരു ഫേക്കാണ്. ഫേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഫിലോസഫറല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണക്കാരിലേക്ക് അവർക്ക് പറഞ്ഞു കൊടുത്താൽ സാധാരണക്കാർക്കും ഇല്ല വിശ്വാസം. പക്ഷെ ആ പേരുപയോഗിച്ച് ഇന്ന് സിനിമയുടെ സ്ഥാനമാനങ്ങളിലൊക്കെ അവരെത്തി നിൽക്കുന്നുമുണ്ട്. അപ്പം അവർക്ക് കുറ്റങ്ങളൊന്നുമില്ല. അവരെ നമ്മൾ ജനങ്ങൾ വിരൽ ചൂണ്ടിയിട്ട് അവരെ പുറത്താക്കേണ്ട സന്ദർഭങ്ങളാണ് ഇതൊക്കെ. അപ്പം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്ഥാനം അലങ്കരിക്കുന്നവർ ആ സ്ഥാനത്തെത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിനെ നമ്മളെങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ഞാൻ പറയുന്ന ഒരു സിനിമയുടെ ഫിലോസഫി നല്ലതും തിരിച്ചറിയാൻ കഴിവുള്ള വ്യക്തികളാണ്. ഇന്ന് അവരുടെ ജോലി പൊതുവെ തെറി പറയുക എന്നുള്ള, അല്ലാതെ ഒരു ക്രിട്ടിക്കെന്ന് പറയുന്നത് വാസ്തവം പറയുകയാണെങ്കിൽ അവരുടെ പ്രധാന ജോലി ഒരു നല്ലൊരു വ്യക്തിയെ കണ്ടുപിടിക്കുന്നതിലുമുണ്ട്, ഇയാൾ നല്ലത് എന്ന് തിരിച്ചറിയുന്നതിലുമുണ്ട് അയാളുടെ. അതിനേക്കാൾ ഉപരി ഈ നല്ലത് എന്ന് പറയാനുള്ള സന്ദർഭം അയാൾ മൂടി വച്ചിട്ട് അയാളുടെ മറ്റേ വശമാണത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവരെ എങ്ങനെ നമ്മൾ നേരിട്ട് കാണുന്നത്? അവരെ നമ്മളെങ്ങനെയാണ് സൊസൈറ്റി സ്വീകരിക്കേണ്ടത്? അവരല്ലേ ഇങ്ങനൊരു സ്ഥിതിവിശേഷത്തിലേക്ക് സിനിമയെ കൊണ്ടെത്തിച്ചത്? ഏറ്റവും മോശപ്പെട്ട സിനിമ വരുമ്പോൾ അവർ മിണ്ടാതിരിക്കുന്നു, അവരുടെ വോയിസസ് നമ്മൾ കേൾക്കുന്നില്ല. ഒരു ഭേദപ്പെട്ട സിനിമ വരുമ്പം ചാടി വീണ് ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ അവരെ നമ്മൾ നേരിട്ട് അവരെ എങ്ങനെയാണ് സാധാരണക്കാർ അവരെ കാണേണ്ടത്? സാധാരണക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വാസ്തവത്തിലൊരു കള്ളനേക്കാൾ ഉപരി പക്ഷേ ഒരു ഗുണ്ട എന്നുള്ള നിലയ്ക്ക് എത്തിക്കഴിഞ്ഞു. ഒരു വീഴ്ചയുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു അപചയമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സംഘടനയും കൂടിയാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, സംഘടനകൾ ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഹോളിവുഡിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, ചൈനയിലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഭേദപ്പെട്ട സിനിമകളും വരുന്നുണ്ട്. ഇപ്പം ഞാനിന്നൊരു സിനിമ എടുത്താൽ എൻ്റെ കൂടെ നിൽക്കാത്ത രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പിന്നൊന്ന് എക്സിബിറ്റേഴ്സ്. എനിക്ക് നടന്മാരെ കിട്ടും, ടാലൻസിനെ കിട്ടും. അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു എക്സിബിറ്ററും ഡിസ്ട്രിബ്യൂട്ടറാണ്. അവരെ എനിക്ക് കിട്ടത്തില്ല ഒരു കാലത്ത്. അപ്പോൾ അവർ നല്ല സിനിമയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടോ? അവർക്കും സംഘടനയുണ്ട്, ഇല്ലേ? അപ്പം സിനിമ ഒരു സംസ്കാരത്തിൻ്റെയും കൂടെ ഒരു ഭാഗമാണ്, ഒരു ബിസിനസ് മാത്രമല്ല തിരിച്ചറിയുന്നത്. അപ്പം ഭാഷ, എഴുത്ത് ഭാഷ തെറി പറയാനും ഉപയോഗിക്കാം, അതേസമയം സംസ്കാരം വളർത്താനും ഉപയോഗിക്കാം. ഇതിലേതാ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അയാളുടെ ബുദ്ധിയാണ്, അല്ലേ? അയാളുടെ അറിവാണ്. പ്രധാനമായിട്ടും ഒരു ഫിലോസഫിയാണ് സംഘടനകളിൽ കൂടി വരുന്നത്. അതിനൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അത് തിരിച്ചറിയുന്ന സംഘടനകളുടെ മുകളിലുള്ള നേതാക്കളുടെ അറിവാണ് ഒരു സംഘടനയുടെ ഘടനയും
അത് മുമ്പോട്ട് പോകാനുള്ള ശക്തിയും അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നുള്ള തീരുമാനങ്ങളും അതെല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ലീഡ് ചെയ്യുന്ന വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള അയാളുടെ അറിവായിരിക്കും സംഘടനയെ നിയന്ത്രിക്കുന്നത്. അതിപ്പം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയവും ഒരുപക്ഷെ 50 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അടുത്ത ഇലക്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. ഒരു പൊളിറ്റീഷ്യനെ നമ്മൾക്കൊരു അടുത്ത ഇലക്ഷൻ മാത്രം കാണുന്ന ഒരാളിനെ പൊളിറ്റീഷ്യൻ എന്നും അടുത്ത ജനറേഷനെ കാണുന്ന ആളിനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്നും നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആണോ പൊളിറ്റീഷ്യനാണോ ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെയും റിലവൻ്റാണ്. അപ്പോൾ അത് സംഘടനയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കൂട്ടായ്മയുടെ ഫിലോസഫിയാണ്. അപ്പോൾ അത് നിയന്ത്രിക്കുന്ന ആളാണ് പ്രധാനമായിട്ടും നമുക്ക് പഴിചാരേണ്ടത്, അല്ലാതെ സംഘടനയല്ല.